നമസ്കാരം. മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ. ഭൂമിയെപ്പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടാകും. അവയിൽ ചിലതിലെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ജീവന്റെ സാന്നിധ്യം ഭൂമിയിൽ അല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കണ്ടെത്തുവാൻ ശാസ്ത്ര പരിമിതികൾ മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല. അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവരിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും, ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാനാണ് സാധ്യത. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ്. അന്യഗ്രഹ ജീവികൾ എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നതിൻ്റെ നിഗൂഢത ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് അവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അർത്ഥമില്ല. നിരവധി ആളുകൾ പറക്കം തളികകളെയും അന്യഗ്രഹ ജീവികളെയും കണ്ടിട്ടുണ്ട് എന്ന അവകാശവാദത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രം. നിരവധി വീഡിയോ ഫൂട്ടേജുകൾ യൂട്യൂബിൽ തന്നെ ലഭ്യവുമാണ്. എന്നാൽ ഇവ ആധികാരികമല്ല എന്ന് മാത്രം. ഇപ്പോൾ അന്യഗ്രഹ ജീവൻ കണ്ടെത്തുവാൻ ഒരു വമ്പൻ ദൗത്യം തന്നെ നടത്താൻ ഒരുങ്ങുകയാണ് നാസ. നീന്തുന്ന റോബോട്ടുകളെയാണ് നാസ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സ്വിം എന്നാണ് ഇവയുടെ പേര്. പൂർണ്ണനാമം സെൻസിംഗ് വിത്ത് ഇൻഡിപെൻഡന്റ് മൈക്രോ സ്വിമ്മേഴ്സ് എന്നാണ്. മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്രയ്ക്ക് മുമ്പ് ഈ നീന്തും റോബോട്ടുകളെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിയിലെ പൂളിൽ പരീക്ഷിക്കുകയാണ് നാസയുടെ റോബോട്ടിക് ദൗത്യങ്ങളുടെ ചുമതലയുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി. 16.5 ഇഞ്ച് മാത്രം, അതായത് 42 സെന്റിമീറ്റർ മാത്രമാണ് നീന്തൽക്കുളത്തിൽ പരീക്ഷണത്തിലുള്ള റോബോട്ടിന്റെ വലിപ്പം. 5 ഇഞ്ച് അഥവാ 12 സെന്റിമീറ്ററിലേക്ക് ഇതിന്റെ വലിപ്പം കുറച്ചു കൊണ്ടുവരാനാണ് ആലോചന. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പിലെ പര്യവേക്ഷണങ്ങൾക്ക് ലക്ഷ്യമിട്ടാണ് നാസ റോബോട്ടുകളെ ഡിസൈൻ ചെയ്യുന്നത്. തണുത്തുറഞ്ഞു കിടക്കുന്ന യൂറോപ്പയുടെ അന്തർഭാഗത്തെ ജലത്തിൽ ജീവന്റെ തെളിവുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഈ റോബോട്ടുകളുടെ ജോലി. അന്യഗ്രഹ ജീവനുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന കെമിക്കൽ, താപ സിഗ്നലുകൾ പിടിച്ചെടുക്കുവാനുള്ള ഉപകരണമായാണ് റോബോട്ടുകളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡാറ്റ വിനിമയം ചെയ്യാൻ വയർലെസ് അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഇത്തരം റോബോട്ടുകളിൽ ഉണ്ടാകും. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്നുള്ള അന്വേഷണം പൊതുവെ ചൊവ്വയിൽ കേന്ദ്രീകരിച്ചാണ് നടക്കാറുള്ളത്. ചൊവ്വ ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹമായത് തന്നെയാണ് ഇതിന് കാരണം. ചൊവ്വയിലേക്ക് ദൗത്യങ്ങൾ വിടാൻ എളുപ്പമാണ്. എന്നാൽ ചൊവ്വയിൽ നടത്തുന്ന അന്വേഷണങ്ങൾ വെറുതെയാണെന്ന് പല വിദഗ്ധരും പറയാറുണ്ട്. ചൊവ്വ അത്ര താമസയോഗ്യമല്ലാത്ത ഗ്രഹമായതാണ് അതിന് കാരണം. എന്നാൽ വ്യാഴത്തിന്റെയും ശനിയുടെയും ഉപഗ്രഹങ്ങളിൽ ചിലത് ജീവൻ വഹിക്കാൻ സാധ്യതയുള്ളവയാണ് എന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുണ്ട്. ജലസാന്നിധ്യമാണ് അതിന് കാരണം. യൂറോപ്പിലും ഒരു അന്തർസമുദ്രമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നാസയുടെ ഹബിൾ ദൂരദർശിനിയാണ് പഠനങ്ങളിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. യൂറോപ്പയുടെ പ്രതലത്തിൽ നിന്നും നീരാവി 200 കിലോമീറ്ററോളം ഉയരുകയും മഴ പോലെ തിരിച്ചു പതിക്കുന്നതുമാണ് ഹബിൾ ദൂരദർശിനി നിരീക്ഷിച്ചത്. യൂറോപ്പിലെ സമുദ്രത്തിൽ ഭൂമിയിലെ സമുദ്രത്തിൽ ഉള്ളതിനേക്കാൾ 2 മടങ്ങ് ജലം ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പ്രതലം തുറന്നു നോക്കാതെ ഉയരുന്ന നീരാവിയുടെ അളവും തീവ്രതയും മറ്റും നോക്കിയാണ് ഇത് ഗണിച്ചെടുത്തത്. ഈ സമുദ്രത്തെ പൊതിഞ്ഞു കിടക്കുന്ന മഞ്ഞുപാളിയുടെ കനം എത്രയെന്ന് തിട്ടപ്പെടുത്തുവാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.